السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സത്യനിഷേധത്തിൻ്റെ വഴി സ്വയം തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് നാം ശിക്ഷയ്ക്ക് മീതെ ശിക്ഷ കൊടുക്കുന്നതാണ്. ഈ ലോകത്ത് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നാശത്തിന് പകരമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അഥവാ ഇസ്ലാമിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞവർക്കുള്ള ഭയപ്പെടുത്തലാണിത്. ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗമെന്നാൽ ഇസ്ലാമാണ്. അള്ളാഹുവിലും അവൻ്റെ പ്രവാചകരിലും പരലോകത്തിലും അള്ളാഹുവിൻ്റെ നിയമസംഹിതയിലുമുള്ള വിശ്വാസം, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര വാക്കാണ് ഇത്. സ്വയം വഴിതെറ്റിയതിനു പുറമെ മറ്റുള്ളവരെ കൂടി വഴിതെറ്റിച്ചത് കാരണം അവർ കൂടുതൽ സത്യനിഷേധികളും അതിനാൽ കൂടുതൽ ശിക്ഷാർഹരവുമാണ് എന്നും, അവിശ്വാസത്തിലേക്ക് വിളിക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷയുണ്ടാവുമെന്ന് ഈ ആയത്ത് അറിയിക്കുന്നു. അതുപോലെ ഇസ്ലാമിലേക്കും ദൃഢവിശ്വാസത്തിലേക്കും വിളിക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലവും ഉണ്ടാകുന്നുണ്ട്. ദുനിയാവിൽ ഏതെല്ലാം മധ്യവർത്തികളെയാണോ അവർ അവലംബിച്ചിരുന്നത് അതെല്ലാം അന്നവർക്ക് നഷ്ടപ്പെടും. വിളി കേൾക്കുന്ന ആരെയും അന്നവിടെ കാണുകയില്ല. വിഷമം അനുഭവിക്കുന്നവർക്ക് വിഷമങ്ങൾ ദൂരീകരിക്കുന്നവരായി ആരെയും കിട്ടുകയില്ല. ഇവനെന്നെ മധ്യവർത്തിയായി സ്വീകരിച്ചവനാണ്, ഇവനോടൊന്നും ചോദിക്കണ്ട എന്ന് മുന്നോട്ട് വന്ന് പറയുവാനും ആരും ഉണ്ടാവുകയില്ല. ഇതെല്ലാം തികച്ചും മിഥ്യമായിരുന്നു അന്ന് സ്ഥിരപ്പെടുന്നതാണ്. അതായത് സത്യം നിഷേധം സ്വീകരിച്ചതിനാണ് ഒരു ശിക്ഷ. മറ്റൊരു ശിക്ഷ മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചതിനും. ഇത് അവിശ്വാസികൾക്ക് മാത്രമല്ല, ഏതെല്ലാം വിധത്തിൽ ഇസ്ലാമിൻ്റെ അകത്ത് പല വിധത്തിലുള്ള ഫിത്നകൾ ഉണ്ടാക്കുകയും തങ്ങൾ സ്വീകരിച്ച മാർഗത്തിലേക്ക് അഥവാ തെറ്റായ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും ഇതൊക്കെ ഇതിൽ വിടുന്നു. നാം പരിശുദ്ധ സൂറത്ത് യാസീനിൽ മനസ്സിലാക്കുന്നത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അവർ മുമ്പ് ചെയ്തു വച്ചത് മുഴുവനും നാം എഴുതി വെക്കുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു, തീർച്ചയായും നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവർ മുമ്പ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നാം രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ അതിൻ്റെ അനന്തരഫലങ്ങളും എല്ലാം നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.